മാനം മാനം മുട്ടും പണമുണ്ടേലും മായം മായം വിൽക്കും തടയണ്ടാരും നല്ലേലും ബില്ലേലും പെല്ലേലും മറിമായം. ഓ കുറച്ചു നേരമെങ്കിലും ഇങ്ങനെ ഒന്ന് തെളിഞ്ഞു നിന്നാ മതിയായിരുന്നു. എല്ലാം കൂടെ 24,370 രൂപ. ഈ മാസവും കമ്മിയാ. ആര് കമ്മി? ഞാൻ കമ്മിയോ? എന്റെ വീട്ടുകാര് കമ്മിയോ? എടി അതല്ല, പാല്, പത്രം, പലചരക്ക്, പിള്ളേരുടെ ഫീസ്, വണ്ടിയുടെ ഫീസ് എല്ലാം കൂടെ നോക്കിയിട്ട് ശമ്പളത്തിൽ ഒന്നും മെച്ചമില്ല. മിച്ചം കാണില്ല. നിങ്ങളൊരു PWD ഓവർസിയർ അല്ലേ? ഇവിടെ ഒരു വാഷിംഗ് മെഷീൻ ഉണ്ടോ, AC ഉണ്ടോ, ഇൻവേർട്ടർ ഉണ്ടോ? ഇങ്ങനെ കിട്ടണ ശമ്പളം കൊണ്ട് ജീവിക്കാന്ന് വിചാരിച്ചാലേ എന്നും കമ്മിയായിട്ട് തന്നെ ഇരിക്കാം. നിങ്ങൾക്ക് ആ ഓഫീസിൽ നിന്ന് വല്ലതും അടിച്ചു മാറ്റിയാൽ എന്താ? നീ ഉദ്ദേശിക്കും പോലെ കക്കാനും പോക്കറ്റ് അടിക്കാനൊന്നും എന്നെ കിട്ടത്തില്ല. അതൊന്നും അല്ല. എങ്ങനെ പോയാലും കൈക്കൂലി കിട്ടുന്ന വകുപ്പാണ് PWD. എന്നിട്ട് നിങ്ങൾ ഇങ്ങനെ സത്യസന്ധനാണെന്നും പറഞ്ഞ് അത് മേടിക്കാതിരുന്നാലേ ദൈവം നിങ്ങളെ ശിക്ഷിക്കും. അതുകൊണ്ട് ഞാൻ ഓഫീസിൽ വരുന്ന ആൾക്കാരോട് കൈക്കൂലി ചോദിക്കണം എന്നായിരിക്കും നീ പറയുന്നത്. ചോദിക്കണം, എന്നിട്ട് കിട്ടുന്നത് മേടിച്ച് പോക്കറ്റിലിടണം. ഒന്നുമില്ലെങ്കിൽ ഈ വീടിന്റെ വാടകയെങ്കിലും കൊടുക്കാമല്ലോ. എടി മണ്ടു, റോഡ് ടാർ ചെയ്യുന്നിടത്ത് നിന്ന് കൈക്കൂലി വാങ്ങാനേ ഞാൻ സിവിൽ ഓവർസിയർ അല്ല, ഞാൻ ഇലക്ട്രിക്കലാ. ഇതാണ് നിങ്ങളുടെ കുഴപ്പം. എന്ത് പറഞ്ഞാലും ഒരു സിവിലും ക്രിമിനലും. ഞാൻ ഒരു കാര്യം പറഞ്ഞു തരട്ടെ. നിങ്ങള് ഇനി ടാർ ഇടുന്ന സ്ഥലത്ത് പോയി നിൽക്കണം. എന്നിട്ട് ആ മറ്റേ ആളുണ്ടല്ലോ, അയാളോട് നിങ്ങളുടെ കസേരയിൽ വന്നിരിക്കാൻ പറ. പിന്നെന്താ? അങ്ങനെ ഒരാൾ മാത്രം കാശ് മേടിച്ച് തിന്നാൻ പറ്റില്ല. മതിയാക്കതേ, ആരാ വരുന്നുണ്ട്, കയറി പോയെ. നമസ്കാരം. ഈ ഓവർസിയർ മന്മഥൻ സാറല്ലേ? അത് ഞാനാ. ഞാൻ ഒരു കാര്യം പറയാനായിട്ട് വന്നാണ്. എൻ്റെ പേര് കോയ, ആക്രി കോയ എന്ന് പറയും. കണ്ടിട്ട് അങ്ങനെ തോന്നണില്ലല്ലോ. ഇത് ഇപ്പോഴത്തെ ഒരു ഇതാണ്, വർഷങ്ങൾക്ക് മുമ്പ് കാണാൻ തോന്നിയിരുന്നു. ഒരു ചെറിയ മാറ്റമൊക്കെ വന്ന്. ഇത് വാടക വീടാണ് ഇല്ലേ? എന്താ കാര്യം? ഒരു 6 മാസത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾ ഈ വീട് മാറും. എന്നിട്ടെന്താ, നിങ്ങൾ ഒരു ഒന്നാന്തരം നല്ലൊരു വീടും വെക്കും, ഒരു കാറും വാങ്ങും. അല്ല, നിങ്ങൾ ആക്രിയാന്നല്ലേ പറഞ്ഞ, മുഖലക്ഷണം പറയോ? അല്ല, മുഖലക്ഷണമല്ല അത്, നിങ്ങളുടെ അവലക്ഷണം മാറുന്ന വെച്ചാൽ നിങ്ങളിപ്പോൾ ചെയ്യേണ്ട പണി എന്താ വെച്ചോ, PWD കാർ എടുത്ത് കളയുന്ന ഇലക്ട്രിക് സാധനങ്ങൾ നിങ്ങൾ എനിക്ക് തരാം. അതിനെന്തോ കിട്ടാനാ? കിട്ടണ മതി, നിങ്ങൾ ഇങ്ങോട്ട് കൊടുക്ക്. ഇതാ നിങ്ങളുടെ ബീവിക്ക് മോണുണ്ട്. അതിന് സാറ് മാത്രം വിചാരിച്ചാൽ പോരാ, ലൈൻമാനും കൂടി കൂട്ടുപിടിക്കണം. ഒരു ചങ്ങാത്തൊക്കെ വേണം, എഞ്ചിനീയർ സാറ് സഹായിക്കും. അതിന് നിങ്ങൾ ഈ പറയുന്ന ലൈൻമാൻ ഒന്നും ഞങ്ങളുടെ ഓഫീസിലല്ല ജോലി ചെയ്യുന്നത്. അതെനിക്കറിയാലോ. ലൈൻമാനും ഇലക്ട്രിസിറ്റി ബോർഡിലെ ലൈൻമാനും സാറും കൂടി വിചാരിച്ചാൽ ഏത് സാധനവും ആക്രിയാക്കാൻ നിമിഷ നേരം കൊണ്ട്. അതിന് ചെയ്യേണ്ടത് സാർ ഇപ്പൊ തന്നെ പോയിട്ട് നമ്മുടെ ലൈൻമാൻ ലോലിത ഉണ്ടല്ലോ, ഓനൊന്ന് പോയി കാണേ. ഒക്കെ ഞാൻ പറഞ്ഞു വലിച്ചിട്ടുണ്ട് അല്ലേ? അതൊന്നും ശരിയാകത്തില്ല. ആരെങ്കിലും പരാതി കൊടുത്താലോ? പൊതുമരാമത്ത് വകുപ്പിനെ കുറിച്ചോ? ഒരു ഫലവുമില്ല സാറേ. ഇന്ന് തന്നെ 10 പുത്തൻ പോക്കറ്റിൽ വീഴും. പോവണ്ട വഴിയൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇത്രയൊക്കെ കേട്ടിട്ടും വായും പൊളിച്ചിരിക്കുക ഒരു ഓവർസിയർ. നിങ്ങൾ ഓവർസിയർ ആയാൽ മതിയായിരുന്നു. സാറേ ഞാൻ ബോർഡിലെ ലൈൻമാനാണ്. സാറിൻ്റെ ഓഫീസിൽ എത്ര ഫാൻ കറങ്ങുന്നില്ല, എത്ര ബൾബ് കത്തുന്നില്ല, എവിടെയൊക്കെ തൊട്ടാൽ ഷോക്ക് അടിക്കുമെന്ന് ഞാൻ വന്ന് നോക്കണം. സാറേ അത് ഞാൻ അതൊക്കെ എഞ്ചിനീയറായിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ട്. ഓ ശരി 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 ശരി. അതെ, ലൈൻമാൻ ലോലിതൻ. അതെ, ഞാൻ പുതിയ ഓവർസിയർ മന്മഥൻ. നമ്മുടെ ഹോൾസെയിൽ ആക്രി കോയ ഒന്ന് കാണാൻ പറഞ്ഞു. അയാളെ ഹോൾസെയിൽ ആക്രിയാക്കിയത് ഞാനാണ്. പുതിയ ഓവർസിയർ ഒന്നെന്നൊക്കെ ഞാൻ അറിഞ്ഞു. പണിയൊന്നും പഠിച്ചു കാണത്തില്ലെന്നറിയാം. എന്നാലും ഏത് സർക്കാർ ഓഫീസിലും കയറി പണിയാൻ നമുക്ക് അവകാശമുണ്ടെന്ന് സാറിന് അറിയാമോ? അല്ല, അങ്ങനെ നമ്മൾ ഈ സർക്കാർ ഓഫീസിൽ പണിയാൻ ചെന്നാൽ അവർ നമ്മളെ വെറുതെ വിടുവോ? സാറേ, ഏത് സർക്കാർ ഓഫീസിലെയും ചെമ്പ്, ഓട്, പിത്തള ഇതൊക്കെ നമുക്ക് ഉരിയെടുക്കാം. അല്ല ലോലിത, ഈ സർക്കാർ ഓഫീസിൽ ഇത്രയ്ക്കും ഉരുളിയും പാർപ്പും ചെമ്പും ഒക്കെ ഉണ്ടാവും? ഇതൊക്കെ ഞാൻ ഇനി ഒന്നേന്ന് പഠിപ്പിച്ചു തരണം. ഒന്നും അറിഞ്ഞൂടാ. സാറ് സ്ക്രാപ്പ് രജിസ്റ്റർ എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? ഇല്ല. ഇല്ല. കണ്ടിട്ടുണ്ടോ? ഇല്ല, എനിക്ക് അറിയില്ല. അങ്ങനെ പറഞ്ഞു തരാം. അങ്ങനെ ഒരു തടിച്ച ബുക്ക് ഓഫീസിലുണ്ട്. പക്ഷെ അതിൽ എഴുതരുത്. പിന്നെന്തിനാ ബുക്ക്? നമ്മൾ ഇളക്കി കൊണ്ടുവരുന്ന സാധനങ്ങളൊക്കെ അതിൽ എഴുതണം.
പക്ഷെ എഴുതരുത്. എന്താ ലോലിതായി പറയണേ? 10 കിലോ ചെമ്പ് കമ്പി നമ്മൾ ഇളക്കി കൊണ്ടുവന്ന സ്ക്രാപ്പ് രജിസ്റ്ററിൽ 100 ഗ്രാമെന്ന് എഴുതാവൂ. അത് നിർബന്ധമില്ല. ഹലോ, ആ ഭൂഗർഭജല ഓഫീസിൽ നിന്ന് വിളിച്ചിരുന്നു. ഓഫീസൊക്കെ രാവിലെ തുറന്നിടും. ഓവർസിയറൊക്കെ ഉണ്ട്. പയ്യനാ. ശരി ശരി. അല്ല ലോലിത, ഒരു സംശയം. ഇപ്പൊ നമുക്ക് 100 ഗ്രാമേ കിട്ടുള്ളൂ, നമ്മൾ എന്ത് ചെയ്യും? തിയറി ഒന്നും പഠിപ്പിച്ചുകൊണ്ടിരിക്കുക ഇപ്പൊ സമയമൊന്നുമില്ല. ഇതൊക്കെ പ്രാക്ടിക്കൽ ചെയ്ത് വേണം മനസ്സിലാക്കാൻ. സാർ വാ, പണി ഇന്ന് തന്നെ തുടങ്ങണം. അല്ല, ഇന്നിപ്പോ ഞായറാഴ്ചയല്ലേ? സർക്കാർ ഓഫീസിന്റെ കാര്യങ്ങൾക്ക് ഞായറെന്നോ തിങ്കളെന്നോ വെയിലെന്നോ മഴയൊന്നുമില്ല. ഇതൊക്കെ സാധാരണ ഓവർസിയർ ലൈൻമാൻ വേണം പറഞ്ഞു തരാൻ. ഇപ്പൊ ലൈൻമാൻ അങ്ങോട്ട് പറഞ്ഞു തരേണ്ട അവസ്ഥയിലാണ്. ഇതൊന്നും ശീലിച്ചിട്ടില്ലാത്തോണ്ടാ. ശീലിക്കാലൊക്കെ പറ്റും. ഹലോ, ഞങ്ങൾ പൊതുമരാമത്ത് വകുപ്പിന്നാ. രാവിലെ തൊട്ട് ഇവിടെ കാത്തിരിക്കുക സാറേ. അതിനെന്താ, ബാക്കിയുള്ള ദിവസമൊക്കെ വീട്ടിൽ തന്നെയല്ലേ? സാറിന്റെ കാര്യങ്ങളൊക്കെ അറിയാല്ലേ? ഓഫീസ് ഇതായതുകൊണ്ട് കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം. നോക്ക്, നമ്മുടെ പണിയാണ്. എന്നാ സാറൊക്കെ പരിശോധിക്കേ. ഒന്നും സംഭവിച്ചിട്ടില്ല. ഒന്നും കത്തുന്നില്ല സാറേ. ആ ഫാനും നോക്കി. ഫാനിന്റെ സ്വിച്ച് എവിടെ ഉണ്ട്? ആ ലോലിത, ഇച്ചിരി മാറിയെന്നോ? നിർത്ത്. എങ്ങനെ ഇവിടെ ആൾക്കാർ വർക്ക് ചെയ്യണത്? അതിന് ഇവിടെ ഒന്നും ആരും വരത്തില്ല സാറേ. 1-ാം തീയതി ശമ്പളം വാങ്ങിക്കാൻ വരും, പിന്നെ വല്ലപ്പോഴും വരും. സാറേ, മൻമോഹൻ സാറേ, എഴുതിക്കോ. കേടായ ഫാന് 3 എണ്ണം. പക്ഷെ നമ്മുടെ ബുക്കിൽ എത്ര എഴുതും? ബുക്കില് 1 എഴുതും. ഏത് ബുക്കില്? ക്രാപ്പ് ബുക്കില്. ഇത് എന്നെ കുഴപ്പം, ക്രാപ്പല്ല സ്ക്രാപ്പ്. തുടക്കമല്ലേ? ശരിയാവും. പിന്നെ കേടായ ട്യൂബ്. കേടായ ട്യൂബ് 4 എണ്ണം. അതും കൂടി നോക്കിയേ. അതിന്റെ ഫ്രെയിം 4 എണ്ണം. ഫ്രെയിം 4. സ്ക്രാപ്പ് ബുക്കില് 1 ട്യൂബ് 1 ഫ്രെയിമും. പഠിച്ചു വരുന്നേ ഉള്ളൂ. സാറേ, ആ വയറിങ് ഫുള്ളായിട്ട് അങ്ങ് മാറ്റിയാലോ? മാറ്റ്. ഇതൊക്കെ വലിച്ചു പറിച്ച് കളഞ്ഞിട്ട് ഒരു നേട്ടമില്ല. എടുത്ത് കോയിക്ക് കൊണ്ടുകൊടുത്ത് 50 രൂപ കിട്ടും. പിന്നെ എല്ലാം കൂടെ എടുത്ത് ഗോഡൌണിൽ കൊണ്ടുവച്ചാൽ അവിടുത്തെ സ്ഥലവും വേസ്റ്റാവും. ഇയാളാ സ്വിച്ച് കൂടെ അടക്കം മാറ്റി. ഇതിലൊക്കെ എണ്ണം വേണ്ടേ സാറേ? നോക്കണോ? എഴുതും ഒരു 12 എണ്ണം. സ്വിച്ച് 12. പ്ലഗോ? സ്ക്രാപ്പ് ബുക്കിൽ 2. പ്ലഗ് 14 എണ്ണം. സ്ക്രാപ്പ് ബുക്കിൽ 2. പഠിച്ച് സാറേ അത് നോക്കിയാ സാറേ, ആ ഭിത്തി അവിടെ പൊട്ടിയിരിക്കുക. അത് ചോർന്ന് വെള്ളം ഇവിടെ നേരെ ഇവിടെ തന്നെ ഇറങ്ങും. അത് ശരിയാണ്, പക്ഷെ അത് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് അല്ല. നമ്മുടെ സെക്ഷനിലെ സിവിൽ എഞ്ചിനീയർ നോക്കണ്ട, പുള്ളിയാണ് ഇത് ശരിയാക്കണ്ടേ. എന്നാ വേണ്ട. എടൂ, അല്ലെങ്കിൽ തന്നെ ഇതൊക്കെ എന്നാത്തിനാ ശരിയാക്കണേ? ഭൂമിക്കടിയിൽ വെള്ളം ഉണ്ടോ എന്ന് അറിയാനായിട്ട് സർക്കാർ പുറത്തൊരു ബോർഡും തൂക്കി 4-5 എണ്ണത്തിന് ശമ്പളം കൊടുത്തതിനകത്ത് വെച്ചേക്കണത്. സാറേ ഒന്ന് വന്നേ. എന്തുവാണോ ഇത്? അതിന്റെ അകത്തൊരു സ്വിച്ച് ഇരുന്ന കൈയിട്ടാണ്. ശ്ശെ. അകത്തായി പോയി. മതി പരിശോധന നിർത്തിക്കോ. കക്കാൻ വന്നതല്ലേ, ഇത്രയെങ്കിലും ദൈവം തന്നില്ലെങ്കിൽ പിന്നെ എന്തിനാ ദൈവം എന്ന് പറഞ്ഞിരിക്കണേ? സാറെന്താ ഇവിടെ വന്നിട്ട് ഗോഡൌണില്? ഞാൻ അവിടെയൊക്കെ തിരയുന്നത്. എവിടെയാടോ സുഗത, തന്നെ കാണാനില്ലല്ലോ. വർക്കൊന്നും വേണ്ടേ? വേണ്ടെന്ന് നല്ല കഥയായി. സാറെന്താ വിളിക്കാത്തിരിക്കാണ് ഞാൻ. എന്നാ എഴുത്. എന്തൊക്കെ സാർ മറ്റേ ഫാൻ ഒരു 3 എണ്ണം. ഫാനും സ്വിച്ച് 12. സ്വിച്ച് പ്ലഗും അത്രയും 12 തന്നെ. 12. പിന്നെ ഒന്നുമില്ലടോ. ഇതിനാണ് എത്ര അർജന്റായിട്ട് വിളിച്ചത്. അപ്പൊ വയറൊന്നും മാറ്റണ്ടേ? വയറില്ലടോ. ചെമ്പബി അല്ലേ സാറേ? എന്റെ അടുത്ത് 1 HP 1 HP മോട്ടർ ഉണ്ടേ. അത് ചെലവാവണില്ല. സാറ് വിചാരിച്ചാൽ അത് ചെലവാക്കാൻ പറ്റുമോ? എടോ സുഗത,
വീട്ടിലിരിക്കുന്ന മോട്ടോർ മാറ്റാനൊന്നും PWDക്ക് വകുപ്പില്ല. സർക്കാർ ഓഫീസിലെ മോട്ടോർ കേടുവന്നാൽ തന്നെ അവന്മാരെ നമ്മളെ അറിയിക്കണില്ല. അതെന്താ അവർക്ക് വെള്ളം വേണ്ടേ? അവരൊക്കെ വരി നിന്ന് വെള്ളം മേടിക്കുകയല്ലേ വൈകുന്നേരം. അല്ല, നമ്മുടെ ഇവിടുത്തെ ഈ ഹെഡ് പോസ്റ്റ് ഓഫീസില്ലേ, അവിടുത്തെ മോട്ടോർ കേടാന്ന് കേട്ടു. സാർ അത് വിചാരിച്ചൊന്നും മാറ്റാൻ പറ്റില്ല. എന്റെ സുഗത, അത് കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപന. അവര് മോട്ടോർ പോയിട്ട് അവർ മെയിൽ ചാക്ക് കീറിയ പോലും അവർക്ക് നമ്മളെ അറിയിക്കേണ്ട കാര്യമില്ല. അവർക്ക് മോട്ടോർ വേണമെങ്കിൽ ഡൽഹിന്ന് വരണം. പിന്നല്ലാതെ. പിന്നെ ഈ സാധനങ്ങൾക്ക് ഒരു 9,500 രൂപ എഴുതിക്കോ. എന്നിട്ട് അത് ഓവർസിയർ ഏൽപ്പിച്ചോ. സാധനങ്ങൾ തന്നെ എത്തിക്കാല്ലേ? സാധനങ്ങൾ തന്നെ എത്തി. അല്ല, ഈ ഓവർസിയർ ആളെങ്ങനെ? ഓവർസിയർ ഒരു 5-5 അടി പൊക്കം വരും, അത്യാവശ്യം വെളുപ്പുണ്ട്. വെളുപ്പും കറുപ്പും അല്ല ചോദിച്ചാൽ ആളൊരു മയക്കുള്ള ആളാണോ? താനിക്ക് എന്തിനാണോ അയാളുടെ മയമൊക്കെ അറിഞ്ഞിട്ട്? അല്ല, ഇനിയിപ്പോ സാർക്ക് വല്ല ഡിസ്മിസോ അല്ലെങ്കിൽ സസ്പെൻഷനൊക്കെ വന്നാൽ എനിക്ക് ഇവിടെ ഒരു പിടി വേണ്ടേ? എല്ലാം കണ്ടാലേ പുതുപുത്തനായിരിക്കണം. ഓ, ഇതെന്താ ഒരു പുതിയ അഭിപ്രായം? ഇവിടുന്ന് ഒക്കെ പെയിന്റ് അടിച്ചിട്ട് തന്നെയല്ലേ പുറത്തയക്കണത്? പിന്നെ കഴിഞ്ഞ മാസം പെയിന്റ് അടിച്ച് വൃത്തിയാക്കിയിട്ട് ഒരു മീറ്റർ തന്നല്ല, അത് കൊണ്ട് ഫിറ്റ് ചെയ്യുമ്പോ അതിന്റെ അകത്ത് പല്ലിമുട്ട. എന്താ ബാലേട്ടങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ല ഈ സാധനങ്ങളൊക്കെ ഒന്ന് ശരിക്കൊന്ന് അയച്ച് വൃത്തിയാക്കണമെന്ന്? അത് ക്ലിയർ ആയിട്ട് അഴിച്ച് പെയിന്റ് അടിച്ച് എല്ലാം വളരെ ക്ലിയർ ആയിട്ട് പെട്ടിയിലാക്കിയതാണ്. പിന്നെ എങ്ങനെ പല്ലുമുട്ട വന്നു? ഒന്നാമത് ഈ പഴയ സാധനങ്ങൾ പണിയെടുക്കാനെങ്കിലും ഈ പഴയതിനെ മാറ്റിയിട്ട് ഒരു പുതിയതിന് വെച്ചൂടെ? അതെന്നോ എന്റെ സുഗത, പുതിയതിന് എല്ലാ സ്ഥലത്തും എല്ലാത്തിനും വില കൂടുതൽ തന്നെ. ഇതൊക്കെ പുതിയതാച്ച കായ് എത്ര കൊടുക്കണം? പഴയ ഒരു സാധനമായ കാരണല്ലേ ഞാൻ ഈ കായ്ക്കൊക്കെ ഇവിടെ പണിക്ക് നിർത്തിയേക്കണേ. അല്ല, എന്നാലും ഈ മീറ്ററിന്റെ അകത്ത് എങ്ങനെ പല്ലി മുട്ടട്ടു? അത് പല്ലിനോട് ചോദിക്കണം. അല്ല, അതെ, ഒന്നാമത്തെ ഒരു പല്ലിക്ക് മുട്ടിടാൻ വേണ്ടിയിട്ട് സർക്കാർ ആശുപത്രി നോക്കി നടക്കാൻ പറ്റുമോ? അത് ഈ മീറ്ററിന്റെ ഉള്ളിലും ഈ സ്വിച്ച് ബോർഡിന്റെ ഉള്ളിലൊക്കെ തന്നെയാണ് മുട്ടടല്. അല്ല, ഈ സ്വിച്ചും പ്ലഗൊക്കെ കാണാൻ നല്ല ചന്ത ഉണ്ടാവണം. സ്വിച്ച് അണച്ച ലൈറ്റ് അണയണം. അതെ, ഏതൊരു സാധനം ഇപ്പൊ എവിടെ നമ്മൾ ഫിറ്റ് ചെയ്തു 2 ദിവസം കഴിയുമ്പോൾ അത് വയതാവും. ഒന്നാമത്തെ ഈ സർക്കാർ ഓഫീസിലൊക്കെ വെക്കണ സാധനങ്ങൾ സ്വിച്ച് ഇടുമ്പോൾ അത് കറങ്ങുണ്ടോ കത്തുണ്ടോ എന്നൊക്കെ നോക്കിയാൽ പോരാ. അതൊക്കെ ഇതിന്റെ ഒക്കെ ചരിത്രം അറിഞ്ഞിട്ട് ആൾക്കാർ ഇതൊക്കെ ഉപയോഗിക്കുന്നത്. ഫാനൊക്കെ റെഡി എന്റെ അതൊക്കെ റെഡിയാണ്. അതെല്ലാം റെഡിയാക്കി പെട്ടിയിലാക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ ഉണ്ട്. അല്ല, ഇത് സ്വിച്ച് ഇട്ടാ ശബ്ദം ഉണ്ടാവുമോ? ശബ്ദമില്ലാണ്ട് പിന്നെ ഇതിപ്പോ ഫാനിന്റെ സ്വിച്ച് ഇടുമ്പോൾ നമ്മൾ സെക്കൻഡിന്റെ എത്ര വന്നാലും ചെറുതായിട്ടൊരു തീവണ്ടി പോണ മാതിരി ഒരു കരകരാന്ന് ശബ്ദമൊക്കെ ഉണ്ടാവും. പിന്നെ അത് കുറച്ച് കഴിയുമ്പോൾ അങ്ങോട്ട് ലയിച്ചോളും. ശബ്ദം നിൽക്കുവോ? സർക്കാർ ഓഫീസല്ലേ, അവിടെ അല്ലേ ഇപ്പൊ ഇത് കൊണ്ടുപോയി വെക്കണേ. അതെ, എന്തായാലും ചോരുണ്ടാവും സ്ഥലം. അത് ചോർന്ന് വെള്ളമൊക്കെ ഇറങ്ങുമ്പോ തന്നെ അങ്ങോട്ട് നിന്നോളും. നിങ്ങളായിട്ട് നിർത്താനോ നിൽക്കണം. അല്ല, ഞാൻ പറയാൻ കാരണേ ബില്ല് പാസ്സായി കിട്ടുന്നവരെങ്കിൽ ഈ സാധനങ്ങളൊക്കെ വർക്ക് ചെയ്യണേ. അല്ല, എനിക്കിപ്പോ ഇതൊന്നും കാര്യമായിട്ടൊന്നും കിട്ടൊന്നുമില്ല. എന്നാലും കിട്ടണ വർത്താനൊന്നും ഈ പറയല്ലേ സുഗത, അതൊക്കെ അമ്മക്ക് അറിഞ്ഞൂടെ? നിങ്ങളൊക്കെ ഈ ഉത്സവത്തിന് ഇങ്ങനെ റെസീറ്റ് അടിച്ചിട്ട് വാങ്ങണ മാതിരിയല്ലേ നിങ്ങള് PWD എന്നൊക്കെ സാധനങ്ങൾ എടുത്ത് വാങ്ങും. ഇതെന്താ ഇത് എത്ര ഇതിലുണ്ടല്ലോ. ഒരു കാര്യം ചോദിക്കട്ടെ ഞാൻ, ഇതാ ഈ പറഞ്ഞില്ല ഇപ്പൊ ഈ പഴയ സാധനം, ഈ സാധനമൊക്കെ ഇവിടുന്ന് പണി മാറ്റി പോകുമ്പോ കായ് എത്ര കൊടുക്കണം എന്ന് എന്റെ വിചാരം? പിന്നെ ആ ഓവർസിയർ, പിന്നെ ആ ലൈമേ, ഇതൊക്കെ കൊടുത്തിട്ട് എന്താ കിട്ടുന്നത്? ഞാൻ ഇപ്പൊ എന്താ ചെയ്യണ്ടേ? ഒരു 300 കൂടി കാട്ട്. ഇതിലും നല്ലതേ പുതിയ സാധനങ്ങൾ മേടിക്കന്നെ. പിന്നെ ഈ വിലക്ക് പോകുമ്പോ പുതിയത് അങ്ങോട്ട് കിട്ടല്ലേ. 50 പിടിച്ച് ഇതിലാവട്ടെ. ഹലോ, അതെ അതെ, ഉണ്ട്. അതപ്പോ കൊണ്ടുവരാട്ടോ, ഇപ്പൊ കൊണ്ടുവരാം. ബാലേട്ടാ, ആ ഫാൻ എവിടെ? എന്നാ ഞാൻ പോട്ടെ. പോവാൻ പറ്റേ. ഇതാ ഒന്ന് പിടിക്കണോ? ഏത്? ആ ചാക്കൊന്ന് പിടിക്കണം. അതൊന്ന് പിടിച്ചാ മതിയാവും. ഞണങ്ങാണ്ടേ? ഇതെന്താ പഴുത്ത ചക്ക? ചക്കൊന്നല്ല, ഒരു ജനറേറ്ററാ. ഞണങ്ങണ ജനറേറ്ററാ? അല്ല, നിങ്ങക്ക് ഇതിന്റെ കച്ചവടം ഉണ്ടാ? ബാലേട്ടാ, എന്താ ചെങ്ങായി, ഇതവിടുന്ന് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് മോൾക്ക് വിട്ടൊരു സാധനം ഇല്ല, എന്താ അതിന്റെ പേര്? ചന്ദ്രായ. അതിന്റെ സെക്കൻഡ് ഹാൻഡ് വേണോ എനിക്ക്? ചാക്ക് പിടിക്കേ. ഓവർസിയർ സാറേ, ഞാൻ ഇലക്ട്രിസിറ്റി ബോർഡിലെ സീനിയർ ലൈൻമാൻ ആണ്. അതുകൊണ്ട് രഹസ്യമായിട്ട് വന്ന് ഈ പണിയൊക്കെ ചെയ്തു തരുന്നതിന് എനിക്ക് സ്പെഷ്യൽ അലവൻസ് തരണം. ജോലിത, എന്റെ നിലയും വിലയും മറന്നാണ് ഞാൻ പലരും നിന്റെ കൂടെ കൂട്ടു വെക്കണത്. അതിന്റെയൊക്കെ വീതം കിട്ടുന്നുണ്ടല്ലോ. എന്ത് വിഹിതം? എന്ത് വിഹിതമാണ്? ഞാൻ കൊണ്ടുപോകണം. ഇതൊന്നും അല്ല, എനിക്ക് അതിൽ കൂടുതൽ വേണം. അതാണ് സാറേ പാടില്ല. സാധനം അവിടെ കൊണ്ടെന്ന് വെച്ചിട്ടോ ജനറേറ്ററാ? അത് ഇങ്ങോട്ട് എടുത്ത് വെക്കാൻ പാടില്ലായിരുന്നു. അവിടുക്കന്നെ ഏറ്റിയത് എങ്ങനെ നിൽക്കാറുള്ളൂ. ഇനിയിപ്പോ നിങ്ങളൊക്കെ എടുത്തു വെക്കേ. അവര് പോയി, ഞാൻ 2 ആളെ കൂട്ടിട്ടാണ് പിടിച്ചല്ലോ. ഇത് കൊണ്ടുപോകാനുള്ളതാ. ചെമ്പല്ലേ? അത് ഞാൻ ഏറ്റി കൊണ്ടുപോയി. പിന്നെ ഇത് അവിടെ കൊണ്ടുപോയി ഉടനെ ഇളക്കണ്ട, ഞാനും കൂടെ വന്നിട്ട് ഇളക്കിയാൽ മതി. ഈ ചെമ്പ് കമ്പിയിലെ മാർക്കറ്റിൽ ഇപ്പോഴത്തെ വിലയൊക്കെ ഞാൻ പഠിച്ചു കേട്ടോ.
പഠിച്ചില്ലപ്പോ അത് ശരി. പണി പഠിപ്പിച്ചെന്ന നമ്മള് തന്നെയാണല്ലേ. പണി തന്നോണ്ടിരിക്കുകയാണ് ഇപ്പൊ. ഈ നിലക്ക് പോയി കഴിഞ്ഞാൽ എന്നെ പണി പിടിച്ചിരുത്തിട്ട് ഈ ചെമ്പ് കമ്പിയുടെ കൂടെ വെക്കും. വന്നാ അങ്ങനെ ചെയ്യും. ആ നമുക്കറിയാം, ഇതൊക്കെ പലരുടെ നല്ല അനുഭവമാണ് ഈ കോയക്ക്. അല്ല ഇതിന്റെ വിലയൊക്കെ അറിഞ്ഞപ്പോ പിന്നെ എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട്. ആയിക്കോട്ടെ ആയിക്കോട്ടെ, എന്നൊരു പണി കഴിഞ്ഞിപ്പോ ഇനിയുള്ള സാധനങ്ങൾ ചെമ്പമ്പി മാത്രല്ല ഈ തുരുമ്പും കൂടി ഇങ്ങനെ തന്നെ വിറ്റോളാം. ഞാൻ ഇങ്ങോട്ട് വരണ്ടല്ലോ. മാർക്കറ്റിൽ പുതിയ ആൾക്കാരൊക്കെ ഉണ്ട്, ഞാൻ പരിചയപ്പെട്ടു. പരിചയപ്പെടും. കോയടന്മാര് ഇങ്ങനെ അന്തസ്സിൽ കച്ചവടം ചെയ്യണ ഒരു മനുഷ്യനെ എനിക്ക് പരിസരത്ത് നിന്ന് കിട്ടില്ല. സാറാ നൗസൽ സാറിനോട് പറഞ്ഞിട്ട് കുറച്ച് വേറെ സാധനങ്ങൾ കൊണ്ടുവരാൻ പറയും. എപ്പോ ചോദിച്ചാലും ഈ പാന്റ് ലീഫ് തന്നെ ഉള്ളല്ലോ ഇവിടെ. ഇത് നോക്കുന്നത് അല്ലേ? ഹലോ. ആ ഇവരൊക്കെ ഈ ആവശ്യമില്ലാത്ത സാധനത്തിൽ കയറി പിടിക്കാൻ പോണ എന്തിനാണ്? ആ ശരി. ആ എത്തിയേക്കാം. ഒരു അർജന്റ് കേസുണ്ട്. സർക്കാർ ഹോസ്പിറ്റലിൽ കിടക്കുന്ന രോഗികൾക്കൊക്കെ എർത്തടിക്കുന്നുണ്ട്. ഈ രോഗികളെ കൊണ്ട് എന്തിനാ സുറ്റടിക്കാൻ പോകുന്നത്? അല്ല ഈ ചിലപ്പോ ഷോക്ക് കൊടുക്കണമായിരിക്കും. അല്ല പറയാൻ പറ്റൂല, ആൾക്കാർക്ക് തെറ്റിദ്ധരിച്ചിട്ട് പറഞ്ഞായിരിക്കും. എന്തായാലും ഞാൻ പോയി നോക്കിട്ട് വരട്ടെ. ആശുപത്രിയിലേക്കാ ആ പോയി നോക്കിട്ട് വരട്ടെ. അത് ഇത് ഞാൻ പിടിക്കാം. അതൊന്നും എന്നെ സഹായിച്ചാ മതി. പൊളിക്കരുത്. ഞാൻ വന്നിട്ട് വിളിച്ചാ മതി. നിങ്ങൾ വന്നിട്ട് ഞാൻ വിളിക്കുള്ളൂ. ഇതിപ്പോ നിങ്ങളുടെ ബർത്ത്ഡേയുടെ കേക്കാണല്ലോ. എന്തായി ആശുപത്രി പോയ കാര്യം? അവിടെ ഒന്നും പറയണ്ട സാറേ, അവിടെ ആകെ പ്രശ്നമാണ്. പനി പിടിച്ച ചെറിയ കൊച്ചു കുട്ടികളുടെ കൂടെ ആർക്കും വേണ്ടാത്ത കുറെ അപ്പാപ്പന്മാരെയും കൂടി ഒന്നിച്ചൊരൊറ്റ ഹോളിലിട്ടേക്കാണ്. കാലൊടിഞ്ഞവൻ എക്സ്റേ എടുക്കണമെങ്കിൽ 2ാം നിലയിൽ പോടാം. പ്രസവാർഡിന്റെ കാര്യം വേണമെങ്കിൽ പറയണ്ട. തന്നെ അങ്ങോട്ട് പറഞ്ഞു വിട്ടതേ രോഗികളുടെ ക്ഷേമം അന്വേഷിക്കാനല്ല. അവിടെ ആർക്കാണ്ടൊക്കെ എർത്തടിച്ചെന്ന് പറയണ കേട്ടല്ലോ. ആരാണ്ടിനാ സാറേ എർത്തടിച്ചത്? എനിക്കിട്ടാണ്. തനിക്കാ? സാറ് പറഞ്ഞനുസരിച്ച് ആശുപത്രിയിലോട്ട് ഞാൻ കാലെടുത്ത് വെച്ചോളൂ. മനുഷ്യനെ കൊടഞ്ഞു കളഞ്ഞില്ലേ? അത് കൊള്ളാലോ. അപ്പൊ ജനറൽ വാർഡും അതിനോട് ചുറ്റുമുള്ള ഭിത്തികളിലെ ഫുൾ വയറിംഗ് മാറ്റണം. വയറിംഗ് സാറേ? വയറ് മാത്രമല്ല, ഓസും പൈപ്പും സ്വിച്ചും പ്ലഗും ഒക്കെ മാറ്റണം. കൂടി വന്നാൽ ചിലപ്പോ വേണമെങ്കിൽ എർത്തു അടിക്കേണ്ടി വരും പുതിയത്. എടോ പാരിജാത, താൻ എന്നെ ഇനം തിരിച്ച് കണക്ക് പിടിപ്പിക്കണ്ട. താൻ ഒരു കോൺട്രാക്ടർ ആയതുകൊണ്ടും മുമ്പ് പല പ്രാവശ്യം ഇവിടെ കൊട്ടേഷൻ ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് ഒന്നും പാസ്സാവാത്തതുകൊണ്ടും പിന്നെ താൻ വകയിൽ എൻ്റെ ഒരു അളിയൻ്റെ മകനായതുകൊണ്ടും ഈ പണി തനിക്ക് തരാമെന്ന് വെച്ചു. സാറേ എങ്ങനെ വന്നാലും ഒരു 1.5-2 ലക്ഷം രൂപ അടുത്ത് വരും സാറേ. സാറേ ആ ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കണ സർക്കാർ ആശുപത്രിക്കാണ് അയാൾ 2 ലക്ഷം വർക്ക് ചെയ്യാൻ ചോദിക്കണേ. താൻ എന്താ സ്വന്തമായിട്ട് പ്രൈവറ്റ് ആശുപത്രി തുടങ്ങാൻ പോകും? അപ്പൊ ഇവിടുത്തെ വയറിംഗ് ഒക്കെ ഇയാൾ പോയി ചെയ്യും? സാറേ വേറെ ആൾ വേണമെങ്കിൽ ഞാൻ തരാം. ഇത് പൊടിയിട്ട് കൊടുക്കേണ്ടി വരും. പുതിയ ആളാടോ, ശരിയാക്കാം. ഈ ഇലക്ട്രിക് സാധനങ്ങളുടെ വില സാറിന് അറിയാലോ. പിന്നെ ഈ വായിലും മൂക്കിലും ഒക്കെ തുണി കെട്ടി വെച്ചിട്ടേ ഈ പന്നയും പാക്കറയൊക്കെ പിടിച്ചു കുറച്ചിടുമ്പേ എന്റെ മൂക്കിൽ പഞ്ഞി വെക്കേണ്ടി വരും. എടോ അതിനൊരു കാര്യം ചെയ്യാം. പൊളിപ്പിക്കൽ ഞങ്ങൾ ഡിപ്പാർട്ട്മെന്റ് നാളെ വിട്ട് ചെയ്യിക്കാം. താൻ ഇത് എത്ര രൂപയ്ക്ക് ചെയ്യും? എന്നാലും കുറച്ച് പുതിയ സാധനങ്ങൾ ഇല്ലാതെ എങ്ങനെ ചെയ്യും സാർ? ഇതൊരു വർക്കല്ലേ? വേണം, പുതിയ സാധനങ്ങൾ വേണം. ഓ അതെനിക്ക് ഇത്തിരി ആലോചിക്കേണ്ടി വരും സാറേ. അത് ഇതിനിപ്പോ ഇത്ര ആലോചിക്കാൻ എടോ പാരിജാത, PWയുടെ വകുപ്പ് അനുസരിച്ച് ഇത് ടെൻഡർ ചെയ്യേണ്ട പണിയാണ്. പിന്നെ ഇതൊരു ആശുപത്രി ആയതുകൊണ്ട് മന്ത്രി വിളിച്ച് പറഞ്ഞുകൊണ്ടാണ് തനിക്ക് തരാന്ന് വിചാരിച്ചേ. അർജന്റ് പണിയാ ചെയ്യോ ഇല്ലയോ? പണി ഞാൻ കൃത്യമായിട്ട് തീർക്കും, സാറിന് അറിയില്ലേ? താൻ കുറച്ച് തുക കൂട്ടി പറഞ്ഞോ? അയ്യോ കൂട്ടി പറയാൻ? അയ്യോ കൂട്ടി പറഞ്ഞോ? എടോ കുറച്ച് വയറിംഗ് സാധനങ്ങൾ ഞങ്ങൾ തനിക്ക് തരും. അതിന്റെ കാശ് താൻ ഞങ്ങൾക്ക് തരണം. പിന്നെ നിലവിലുള്ളത് പൊളിച്ച് ഞങ്ങൾ തരും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ 3 ആളും കൂടി ആ വയറിംഗും കൂടി അങ്ങനെ ചെയ്താൽ പോരെ, എനിക്ക് ബുദ്ധിമുട്ടില്ലല്ലോ. പറ്റില്ലെങ്കിൽ പറ, ഞാൻ വേറെ ആളിനെ തരാന്ന് പറഞ്ഞില്ല. ശരി, അങ്ങനെയാണെങ്കിൽ നമുക്കൊരു 1-1.25 രൂപക്ക് തീർക്കാം. മതി. പണി തീരുമ്പോ താൻ 2,99,999 രൂപയുടെ വൗച്ചർ ഇങ്ങോട്ട് ഒപ്പിട്ട് തരണം. അതെന്തിനാ സാറേ? എടോ അതാ PWയുടെ ഒരു രീതി. അതൊന്നും കോൺട്രാക്ട് അറിയണ്ട. താനേ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ പോലെ പണി ആരംഭിച്ചു. സാറേ ആ കോയയുടെ ഡേറ്റ് കൂടെ നോക്കണം. സാറേ കോയയുടെയും മായയുടെയും ഡേറ്റ് ഒക്കെ നോക്കിയെന്നാലേ ആശുപത്രിയിൽ രോഗികൾ കരണ്ടടിച്ച് ചാകും. എടോ ആശുപത്രി കിടന്ന് കരണ്ട് അടിക്കുന്നതിന് താൻ എന്തിനാണോ ടെൻഷൻ അടിക്കണേ? അവര് ആശുപത്രി കൊണ്ടുപോകേണ്ട കാര്യമുണ്ടോ? പിന്നെ ആ ചെല്ല് ചെല്ല് ചെല്ല്. സാറേ ഇതേ സെബാസ്റ്റ്യൻ കോൺട്രാക്ടറുടെ നമ്പറാണ്, ഒന്ന് കരുതി വെച്ചോ. ഇയാളെ ഞാൻ കൊല്ലും. സാറേ ഒരു സംശയം,
ഈ 2,999,000 രൂപ എന്ന് പറഞ്ഞാൽ അത് എന്താണ് അതിന്റെ ഒരു കണക്ക്? എടൂ 2,999,000 അല്ല, 2,99,999. അത് തന്നെ. അതായത് 3 ലക്ഷം അല്ലെങ്കിൽ 3 ലക്ഷത്തിന് മുകളിലുള്ളവർക്ക് അത് ടെൻഡർ ചെയ്യണമെന്നാണ് നിയമം, PWD നിയമം. അതനുസരിച്ച് ഈ പണി ടെൻഡർ ചെയ്താൽ ഇതിന്റെ ലാഭം ആർക്ക് പോകും? കോൺട്രാക്ടർ പോകും. നമ്മള് എർത്തടിക്കും. ലോലിത പോയെ വിളിക്കും, ഞാൻ സ്ക്രാപ്പ് ബുക്ക് എടുക്കാം. ന്യായം മായം, മാനം മുട്ടും പണമുണ്ടേലും മായം വിൽക്കും തടയണ്ടാരും. നല്ലേലും ബില്ലേലും പെല്ലേലും മറിമായം, ചുണ്ടേലും ചിന്തേലും ചന്തേലും മായം. ഈ കാണണ കളിയെല്ലാം പൊക്കാനും മറിമായം.